നമ്മുടെ പൂജാ ചടങ്ങുകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി ബേബികൾ എന്ന ഈ ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കൈമാറുകയാണ്. ഇത് ഞാൻ അനന്തരീക്ഷ നമ്പൂതിരെ അതിനുപൂർവ്വം സ്വാഗതം ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ലിസ്റ്റിൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്ക്രിപ്റ്റ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഞാൻ ബോബി സഞ്ജയെ ക്ഷണിക്കുന്നു. സഞ്ജയനെ അതിപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി മലയാളത്തിന്റെ നമ്മുടെ സംവിധായകൻ അരുൺ വർമ്മയെ ക്ഷണിക്കുന്നു. ഒരു കൈയ്യടി കൊടുക്കാൻ നമ്മൾ പുതിയൊരു സന്ദർഭത്തിലേക്ക് ആഗ്രഹിക്കുകയാണ്. ഇനി ശിക്ഷോൺ കർമ്മമാണ്. ശിക്ഷോൺ കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ഞാൻ ശിക്ഷോൺ കർമ്മത്തിന് വേണ്ടി ലിസ്റ്റിൻ സാറിനെ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാബിന് വേണ്ടി സഞ്ജയ് സാറിനെ ക്ഷണിക്കുന്നു. എന്നുള്ള വിശിഷ്ട അതിഥികളായിട്ട് ഒത്തിരി പേരുടെ മലയാള സിനിമയിലെ തന്നെ പ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഈ ഒരു മധുരമായ നിമിഷത്തിലേക്ക് ഞാനിവിടെ അതിപൂർവ്വം ഓരോരുത്തരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ, അതുപോലെ തന്നെ നിരവധി സിനിമകൾ നമുക്ക് സമ്മാനിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ജി സുരേഷ് കുമാർ സാറിനെ ഞാൻ അതിപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന കൈയ്യടി കൊടുത്തുള്ള സന്തോഷിക്കുക. അതുപോലെ തന്നെ മറ്റൊരു മലയാള സിനിമയുടെ മറ്റൊരു പ്രൊഡ്യൂസർ കൂടിയായ രജൻ സാറിനെ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡ്യൂസർ കൂടിയായ പി രാകേഷ് സാറിനെ ഞാൻ അതിപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രശസ്ത സംവിധായകൻ ദീപു കരുണാകരൻ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്നിവിടെ ഈ ചിത്രത്തിലും ഒക്കെ അതിന് പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ ഒത്തിരി പേരുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ബോബി ഗേൾ എന്ന ഈ ചിത്രത്തിലെ പ്രശസ്തരായ താരങ്ങളെ ഞാൻ ഓരോരുത്തരും ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലിച്ചോ മോളെ ഞാൻ വേദിയിലേക്ക് അതിലൂടെ സ്വാഗതം ചെയ്യുന്നു. സംഗീതിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അസീസ് കെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ഈ ഒരു നിമിഷം, അതുപോലെ ഇനിയുള്ള തിരുവനന്തപുരത്തിന്റെ മണ്ണിലാണ് നമ്മളിവിടെ ഇന്നത്തെ ഈ ദേവിക എന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ഈ ചിത്രം നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും തിരുവനന്തപുരത്ത് തന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ കുന്നുകുഴി വാർഡ് മുൻ കൗൺസിലർ, അതുപോലെ തന്നെ നഗരസഭയുടെ മുൻ ആരോഗ്യ ഹെൽത്ത് ചെയർമാൻ കൂടിയായ IP ബിനോനെ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരൊറ്റ ചിത്രം കൊണ്ട് മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു കയറിയ നമുക്കറിയാം ആ സിനിമ എന്ന ഉണ്ണിമുകുന്ദൻ നായകനായിട്ട് നമ്മുടെ ഒപ്പം നിന്ന ആ സിനിമ അതിന്റെ എല്ലാമെല്ലാമായ മലയാള സിനിമയിലേക്ക് പുതിയൊരു താരകുടുംബത്തിൽ നിന്ന് മറ്റൊരു താരമായി വന്ന അഭിമന്യുത്തിൽ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ അനീഷ് നാടോടിയെ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയനായ തിരുവനന്തപുരത്തിന്റെ കലാകാരൻ സാബുചേട്ടനെ ഞാൻ വേദിയിലേക്ക് അതിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ
നമുക്കറിയാം മാജിക് ഫ്രെയിംസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ സിനിമയിൽ മാത്രമല്ല ഫുട്ബോൾ രംഗത്തും ഒക്കെ മാജിക് ഫ്രെയിംസ് അതിൻ്റെതായ മുദ്ര പതിപ്പിച്ചിരിക്കുകയാണ്. മാജിക് ഫ്രെയിംസിന്റെ എല്ലാമായ ജസ്റ്റിൻ സ്റ്റീഫൻ എന്ന വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈകളോടുകൂടി നമുക്ക് ജസ്റ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കോസ്റ്റ്യൂം ഡിസൈനർ മെൽവിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മെൽവേട്ടൻ സ്റ്റേജിലേക്ക് വരണം. അതുപോലെ തന്നെ മേക്കപ്പ് റഷീദ് കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രത്തിന്റെ മേക്കപ്പ് റഷീദ് കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ക്ലാപ്പിന് വേണ്ടി സഞ്ജയ് സാറിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. രണ്ടുപേരും മറ്റ് ഗസ്റ്റുകളും നമുക്ക് ഒന്ന് കുറച്ച് മുന്നോട്ട് കയറി നിൽക്കാം. എല്ലാവരും നമ്മുടെ ഈ ഒരു ചിത്രത്തിന്റെ പൂജാ ചടങ്ങിലേക്ക് നമ്മൾ ഒന്നിച്ചൊരു കുടുംബമായിട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമുക്ക് സ്വിച്ച് ഓൺ കർമ്മത്തിന് മുമ്പ് ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി ഞാൻ ലിസ്റ്റ് ചേട്ടൻ അരുൺ വർമ്മ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഭദ്രദീപം തെളിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് തുടങ്ങുകയാണ്. അടുത്ത സുരേഷ് കുമാർ സാറിനെയും ബി രാകേഷ് സാറിനെയും ഞാൻ ക്ഷണിക്കുകയാണ്. അടുത്ത നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത് സാറിനെയും അതുപോലെ തന്നെ IP ബിനുചേട്ടനെയും രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. IP ബിനുചേട്ടൻ, അതുപോലെ തന്നെ അടുത്ത നമ്മുടെ തമ്പാനൂർ ശ്രീകുമാർ സാർ, ദീപു കരുണാകരൻ, ദിനേശ് പണിക്കർ മൂന്നുപേരെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി കലിയൂർ സാറിനെയും ഖാദർ ഹസൻ സാറിനെയും പി രാകേഷൻ, അടുത്ത ലിജോ മോളെയും സംഗീതനെയും അതുപോലെ തന്നെ നമ്മുടെ അഭിമന്യെ മൂന്നുപേരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി ജസ്റ്റിൻ സ്റ്റീഫൻ, അസീസിക്ക, ഷെന്തിൽ സാബുചേട്ടൻ നാലുപേരെയും ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ എറണാകുളത്ത് തന്നെ മാജിക് ഫ്രെയിംസിന് സൗത്ത് ഇന്ത്യൻ ഫിലിം അക്കാദമി എന്ന സിനിമയുടെ വിവിധ മേഖലകളിലെ ക്ലാസ്സുകൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ മാജിക് ഫ്രെയിംസിന്റെ മറ്റൊരു തലം കൂടിയാണ് സൗത്ത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം അതിൽ ഇപ്പോഴും ഒത്തിരി പേര് മലയാള സിനിമയിലേക്ക് അതിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ 40ാമത് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഞാൻ ലിസ്റ്റിൻ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സഞ്ജയ് സാറിനെ ഫസ്റ്റ് ക്ലാപ്പിനായി ക്ഷണിക്കുന്നു. മറ്റ് വിശിഷ്ട അതിഥികളെ കൂടി ഞാൻ മുന്നോട്ട് ക്ഷണിക്കുകയാണ്.
അപ്പോൾ നമുക്കും ഇതിൽ പങ്കാളികളാകാം. മാജിക് ഫ്രെയിംസിന്റെ 40ാം ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇവിടെ നടക്കുകയാണ്. എല്ലാവരും ഒന്ന് നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് ഒരു ചരിത്ര വിജയമാകാൻ പോകുന്ന ഗരുഡൻ എന്ന ചിത്രത്തിന് ശേഷം അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ ക്രിസ്ത്യൻ ചേട്ടൻ ചെയ്യാൻ പോകുന്ന 40ാമത്തെ ചിത്രം എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. മാജിക് ഫ്രെയിംസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ ഇന്നിവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സിനിമാ ജീവിതത്തിൽ മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ പേര് ആരംഭിച്ചത് ട്രാഫിക് എന്ന് പറയുന്ന എൻ്റെ ഫസ്റ്റ് സിനിമയിലാണ്. അപ്പം ട്രാഫിക്കിൻ്റെ തിരക്കഥാകൃത്തുകളായ ബോബി സഞ്ജയ്മാരിലെ സഞ്ജയാണ് എനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന എൻ്റെ കമ്പനിയുടെ ബാനർ ഇട്ട് തന്നത്. അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ സിനിമയിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ആ ടൈറ്റിലിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് എന്ന് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും അത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് മാജിക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് വളരെ കേട്ടുകേൾവികൾ മാത്രമല്ല, സിനിമ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് സിനിമയെ കുറിച്ച് ഉണ്ടായിരുന്നത്. അപ്പം അവിടുന്ന് തുടങ്ങി ട്രാഫിക്കിൽ തുടങ്ങി ഇന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബേബി ഗേളിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരു തിരക്കഥാകൃത്തിൻ്റെ ഒരു കഥയുടെ ഒരു അംശം പോലും കേൾക്കാതെ സിനിമയ്ക്ക് ഓക്കെ പറയണം എങ്കിൽ മലയാളത്തിൽ ഒരേ ഒരു റൈറ്ററേ ഉള്ളൂ, അത് ബോബി സഞ്ജയ് തന്നെയാണ്. അപ്പം നല്ലതോ ചീത്തയോ, പക്ഷെ അത് എന്തു ആയിക്കോട്ടെ അതിൻ്റെ റിസൾട്ട്. കാരണം എൻ്റെ തുടക്കത്തിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സഞ്ജയ് എൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ സഞ്ജയോടൊപ്പം വീണ്ടും ട്രാവൽ ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഗരുഡൻ എന്ന സിനിമ ഈ കഴിഞ്ഞതിന് 30 വർഷം റിലീസ് ചെയ്തപ്പോൾ വലിയൊരു ഹിറ്റ് ആവുകയും നമുക്ക് വളരെയധികം ലാഭവും തന്നൊരു സിനിമയാണ്. അപ്പോൾ അതേ ഡയറക്ടറിനൊപ്പം വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുമിച്ചൊപ്പം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കണ്ട ഡയറക്ടേഴ്സിൽ ഏറ്റവും നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അരുൺ വർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഈ ഡയറക്ടർ. സോ അരുണിനോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതിലും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും ആയിക്കോട്ടെ, അപ്പോൾ അവരോടൊക്കെ ചിലരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പം ഒരുപാട് പുതിയ ആൾക്കാരും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വളരെയധികം ഈവൻ സന്തോഷം. സിനിമ എന്ന് പറയുന്നത് വളരെ ത്രില്ലിംഗ് ആണ്. എപ്പോഴും ഇറങ്ങുന്ന ദിവസം വരെ അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഡബിൾ ഒപ്പീനിയൻ ഉള്ള ഒരു സിനിമ പോലും വലിയ ഹിറ്റിലേക്ക് പോകും. ആളുകളുടെ ഒപ്പീനിയന് മാത്രം അനുസരിച്ചല്ല, നെഗറ്റീവ് റിവ്യൂവിന് അനുസരിച്ച് പോലും അല്ല സിനിമയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. ആ മാജിക്കുകൾ ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷെ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്നും റിസ്ക് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ മലയാള സിനിമയിൽ ഒരു ബിസിനസ് പോലും ഇല്ലാത്ത, ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ നിന്ന് തന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാരണം ഇതെനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു സിനിമ ആയതുകൊണ്ടിട്ട് മാത്രമാണ്. കാരണം ഇപ്പോഴത്തെ മലയാള സിനിമയുടെ സാഹചര്യം വളരെ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ. കാരണം ബിസിനസ് പരമായിട്ടാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ 100% റിസ്ക് എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. പക്ഷെ 100% റിസ്ക് എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു 40%, 50% ഒക്കെ ഞങ്ങൾക്കൊരു വരുമാനം ഉണ്ടായിരുന്നു, ഒരു അഷ്യൂർഡ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും ടെൻഷനിലാണ് നിൽക്കുന്നത്. അപ്പം വളരെയധികം സന്തോഷം. ഞാൻ ഇന്നലെയാണ് സുരേഷ് ചേട്ടനെയും രഞ്ജിത്തേട്ടനെയും രാകേഷ് ചേട്ടനെയൊക്കെ ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചത്. വൈകിട്ടാണ് ഇവൻ വിളിച്ചത്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടിട്ട് നമ്മുടെ അസോസിയേഷന് ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാവരും. സോ ഇന്നിവിടെ ഞങ്ങൾ വിളിച്ചു, ഞങ്ങളുടെ ടീം വിളിച്ചിട്ട് ഇവിടെ വന്ന എല്ലാവർക്കും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരും ഒരു പ്രാർത്ഥന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമാ രംഗം വലിയ പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ ജസ്റ്റിൻ സ്റ്റീഫനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനൊരു മാജിക്ക് കാണിക്കാറുണ്ട്. അത് ഞങ്ങളൊക്കെ ഇങ്ങനെ പരിശീലിക്കുന്ന ഒരു സമയമാണ്. ജസ്റ്റിൻ
അദ്ദേഹത്തിൻ്റെ 40ാമത്തെ സിനിമയാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് 40 സിനിമകൾ എടുത്തത്. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്, അതൊരു മാജിക്കാണ്. ശരിക്കും വലിയൊരു കാര്യമാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ സിനിമ ഇൻഡസ്ട്രിയെ താങ്ങി നിർത്തുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം അതിനുള്ള ഒരു ലിസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ലിസ്റ്റിനും ഇപ്പം ഞാൻ ഇവിടെ വരുമ്പോഴാണ് ആയൂർ വർമ്മയെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പടം ഞാൻ കണ്ടു, വളരെ ഗംഭീരമായിട്ടൊരു സിനിമയായിരുന്നു. പിന്നെ സഞ്ജയ് ബോബി, ഇവർ രണ്ടുപേരും സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പൂപ്പനും അച്ഛനും മക്കളും എല്ലാവരും ഒരുമിച്ച് ഈ സിനിമാ രംഗത്തുള്ളവരാണ്. അപ്പൂപ്പൻ എൻ്റെ ഏറ്റവും അടുത്തൊരാളായിരുന്നു. ഞാൻ സ്വാമി സ്വാഗതിച്ചിരുന്നു. ജോസ് സാറുമായിട്ട് വളരെയധികം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ആളുമാണ്. 81 ഞങ്ങളുടെ പടത്തിൽ അഭിനയിച്ച ആളുമാണ് അദ്ദേഹം. അപ്പം കറിയാച്ചനാണെങ്കിൽ ഞങ്ങളോട് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ബോബി സഞ്ജയ്, രണ്ടുപേരും പ്രഗത്ഭരായിട്ടുള്ള തിരക്കഥാകൃത്തുക്കളാണ്. പോരാത്തതിൽ ഇതിൽ അഭിനയിക്കുന്ന എനിക്കൊന്ന് നിവിൻ പോളി, അദ്ദേഹം വന്നിട്ടില്ല. ലിജോ മോളുടെ പടം ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പൊന്മാൻ എന്ന സിനിമ വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, വളരെ നന്നായിരിക്കുന്നു. യുവ താരനിരയിൽ ഒരു ഉദിച്ചുകയറുന്ന താരമാണ് നമ്മുടെ ഷമ്മിയുടെ മകൻ. അവനും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഇതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ആശംസകൾ നൽകുന്നതിന് വേണ്ടി ഞാൻ ബി രാകേഷ് സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിന്റെ 40ാമത്തെ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആശംസകൾ നൽകുന്നതിന് വേണ്ടി എം രഞ്ജിത്ത് സാറിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. 2010-ലാണ് ഞാൻ ലിസ്റ്റിനെ പരിചയപ്പെടുന്നത്. ഒരു ചെറുപ്പക്കാരൻ സിനിമ എങ്ങനെയെന്ന് പഠിക്കാൻ വേണ്ടി ആ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ സിനിമയുടെ ലൊക്കേഷൻ എന്നോട് ചോദിക്കും, ചേട്ടാ എങ്ങനെയാണ് ഇതൊക്കെ. അന്ന് വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ ശ്രദ്ധിച്ച ഒരാളാണ്, വളരെ ചെറുപ്പക്കാരനാണ്. അപ്പോൾ അന്ന് ഞാനും അതുപോലെ വളരെ ചെറുപ്പത്തിൽ വന്നതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പിന്നീട് ആ സ്നേഹം തുടർന്നു. ഇപ്പോഴും ആ സൗഹൃദം ഏറ്റവും അധികം തുടരുകയാണ്. ലിസ്റ്റിൻ്റെ ഒരു സിനിമ തിരുവനന്തപുരത്ത് വരുമ്പോൾ അതിന് വേണ്ടത് എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ നൽകുമെന്ന് പറയുകയാണ്. കാരണം ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിന് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശബരിമല പോകുന്ന പോലെയാണ് സിനിമ. കാരണം കരിമല കയറുമ്പോൾ വലിയ പാടാണ്, അകത്ത് ചെന്ന അയ്യപ്പനെ തൊഴുമ്പോൾ ഒരു ആശ്വാസമാണ്. അങ്ങനെയാണ് സിനിമ ഹിറ്റാവുന്നത്. അങ്ങനെ സിനിമ ഹിറ്റാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗരുഡൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മാജിക് ഫ്രെയിംസിന്റെ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചിത്രവുമായി വീണ്ടും നമ്മുടെ മുന്നിൽ എത്തുന്നു. എന്താണ് അരുൺ സാർ പറയുന്നത്? സാറിന്റെ കൈ കൊണ്ടുകൊണ്ട് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന വിശിഷ്ട അതിഥികൾക്കും എൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ്, മീഡിയ എല്ലാവർക്കും വന്നതിലും അനുഗ്രഹിച്ചതിലും ഒരുപാട് സന്തോഷം. ഒരു ത്രില്ലർ മൂവിയാണ് ഈ സിനിമ. ഞങ്ങൾ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഒരുപാട് ത്രില്ലർ മൊമെന്റിലൂടെ കടന്നുപോയ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ലിസ്റ്റൻസ് തന്നൊരു സ്പെഷ്യൽ താങ്ക്സ്. ശരിക്കും ഗോഡ് എന്ന് പറയാവുന്ന റൈറ്ററാണ് ഈ മനുഷ്യൻ്റെ ഒരുപാട് പുതിയ സാധനങ്ങൾ, പുതിയ സംഭവങ്ങൾ ഈ സിനിമയിലൂടെ പുള്ളി കൊണ്ടുവരുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വർക്കിലേക്ക് കടക്കുകയാണ്. വന്നതിലും പങ്കെടുത്തതിലും എല്ലാവർക്കും നന്ദി. അനുഗ്രഹങ്ങൾ ഉണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവും. താങ്ക് യു. ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുക്കളുടെ ഒരാളായ സഞ്ജയ് സാർ എന്താണ് പറയുന്നത്? സഞ്ജയ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു കൈ എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ പറഞ്ഞതുപോലെ ലിസ്റ്റിനുമായുള്ള ഞങ്ങളുടെ 3ാമത്തെ സിനിമയാണ്. ട്രാഫിക് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. റിലീസിന്റെ തലേന്ന് വരെ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ നിന്ന ഒരു ചെറുപ്പക്കാരനായ പയ്യൻ ഇപ്പോഴും അതേ ആർജവത്തോടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായപ്പോഴും എപ്പോൾ ചോദിച്ചാലും എല്ലാം ഓക്കെ ആണെന്നാ എന്നോട് സ്ഥിരമായി പറയുന്ന അതേ ആർജവത്തോടെ എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്ത് ലിസ്റ്റിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേബി ഗേളിൻ്റെ ആദ്യത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് മറ്റൊരു പ്രൊഡ്യൂസറിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സിനിമയല്ല, ഇത് ഞങ്ങളുടെ ഹോം പ്രൊഡക്ഷൻ തന്നെയാണ്. കാരണം മാജിക് ഫ്രെയിംസിനെ എപ്പോഴും ഹോം പ്രൊഡക്ഷനായിട്ടാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. താങ്ക് യു.
പിന്നെ അരുൺ. പ്രായം കൊണ്ട് എന്നേക്കാൾ ഒരുപാട് ജൂനിയറായ അരുണിൽ നിന്ന് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ സിനിമയെ പറ്റി പഠിച്ചത് ചെറിയ കാര്യങ്ങളല്ല. സിനിമയെ പറ്റി, തിരക്കഥയെ പറ്റി ഞാൻ പുതിയ കാര്യങ്ങൾ, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ അരുണിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാണ്, ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. പിന്നെ മാജിക് ഫ്രെയിംസിലെ ഇവിടുത്തെ എല്ലാവരും, കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. അരുൺ പറഞ്ഞ പോലെ തന്നെ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു സിനിമയുമായി ഞങ്ങൾ വരികയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നവർ അത് എല്ലാവരും തന്നെ ഞങ്ങളെയൊക്കെ വളരെ ചെറുപ്പം മുതൽ അറിയുന്ന ആൾക്കാരാണ്. എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. നമ്മൾ ഇന്ന് തന്നെ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ് തിരുവനന്തപുരത്ത്. നമുക്ക് ഷൂട്ടിംഗുള്ള സമയത്തിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥികൾ ഒത്തിരി പേരുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുക. അത് ചുരുങ്ങിയ വാക്കിൽ അവരൊക്കെ നമ്മളോട് പെട്ടെന്ന് സംസാരിക്കുന്നതായിരിക്കും. ഞാനിവിടെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം, കല്യൂർ സാറിന് ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു കഴിഞ്ഞ ഒരുപാട് സാറിന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലക്ഷ്യം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ബേബി ഗേൾ എന്ന പുതിയ സിനിമയുമായി തിരുവനന്തപുരത്ത് ഞങ്ങളുടെ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവിധ സഹായങ്ങളും ഏത് സമയത്തും 24 മണിക്കൂറും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ചിത്രത്തിനും ചിത്രത്തിലെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ ദീപു കരുണാകരൻ സാറിന് ആദരപൂർവ്വം ഇത് മിണ്ടാതൊരു സൈഡിൽ കൂടെ പോകാൻ നോക്കിയതാണ്, ക്ഷമിക്കണം. മാജിക് ഫ്രെയിംസിനെ കുറിച്ചും അരുൺ വർമ്മയെ കുറിച്ചും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഒരുപക്ഷെ സിനിമയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ആദ്യം വിളിക്കുന്ന ലിസ്റ്റിനെയാണ്. എന്നാൽ ഇങ്ങനെയാണ് പ്രശ്നം, എന്താണ് എന്ന് പറഞ്ഞാൽ അഡ്വൈസ് ചോദിക്കുന്നത് എപ്പോഴും ലിസ്റ്റിനോടാണ്. അപ്പം ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞ സിനിമയ്ക്കപ്പുറത്തേക്ക് ഒരു പേഴ്സണലായിട്ടുള്ള, അത് എനിക്ക് ഏറ്റവും ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു വളരെ വിഷമമുണ്ടായിരുന്ന ഒരു സമയത്ത് സിനിമയിൽ നിന്നും എന്നെ വിളിച്ച ഒരേ ഒരു വ്യക്തി ലിസ്റ്റിനാണ്. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലിസ്റ്റിൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും ആ ഒരു അടുപ്പം കാണിക്കാറുണ്ട്, എല്ലാത്തിനും കൂടെ നിൽക്കാറുണ്ട്. അതുപോലെ അങ്ങോട്ടും ലിസ്റ്റിന് ഈ സിനിമയായിട്ടോ ഏത് സിനിമയായിട്ടോ എപ്പോഴും എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായമാണെങ്കിലും ഉറപ്പായിട്ടുണ്ടാവും. മാത്രമല്ല അരുണിനെ ഞാൻ കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഗരുഡൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക്, അതിൻ്റെ ഞാൻ കണ്ട ഒരു സംവിധായകൻ്റെ എൻഡ്യൂറൻസ് ആണ്. ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അരുൺ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ കഷ്ടപ്പാടാണ് ഇന്ന് അരുണിൻ്റെ സ്ട്രെങ്ത്, അതിലാണ് അരുണിൻ്റെ ക്വാളിറ്റി. അപ്പോൾ ഈ സിനിമയ്ക്കും അതേ ഒരു സ്ട്രെങ്ത്തും അതേ ഒരു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. അതുപോലെ തന്നെ നമുക്കിവിടെ ആശംസകൾ നിരവധിയ നമ്മുടെ കഥകൾ സംസാരം ഞാൻ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ ആശംസകളുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ലിസ്റ്റിൻ. അയാളുടെ 40ാമത്തെ സിനിമ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച 40 സിനിമകളിൽ 40 മികച്ചതാണെന്നുള്ളതാണ് ഏറ്റവും ആഹ്ലാദകരമായ ഒരു കാര്യം. അതുകൊണ്ട് ഈ സിനിമയിൽ സൂപ്പർഹിറ്റാകും എന്നുള്ള ഉറപ്പോടുകൂടി ആത്മാർത്ഥമായിട്ട് എൻ്റെ എല്ലാ സഹായവും ലിസ്റ്റിൻ സിനിമയിലുണ്ടാവുമെന്ന് ഉറപ്പ് തരുന്നു. താങ്ക് യു. താങ്ക്സ് ഓൾ ഓഫ് യു. താങ്ക് യു സർ, താങ്ക് യു. ഇനി ആശംസകൾ നേരുന്നത് നമുക്ക് നേരത്തെ തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളുമായിട്ട് ഒരു നഗരസഭ തന്നെ നമ്മോടൊപ്പം നിൽക്കുന്നുണ്ട്, പോലീസ് അധികാരികൾ നമ്മോടൊപ്പം നിൽക്കുന്നുണ്ട്, കുന്നംകുഴി വാർഡ് മുൻ കൗൺസിലറും അതുപോലെ തന്നെ നഗരസഭയുടെ മുൻ ആരോഗ്യ ഹെൽത്ത് ചെയർമാനുമായ IP ബിജുവിനെ ഒരു വാക്ക് സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യും. തിരുവനന്തപുരം മണ്ണിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വേദിയിലും സദസ്സുകൾക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ടാണെങ്കിൽ ഫിലിം ഫീൽഡിൽ ഞാൻ പങ്കുകൊള്ളുന്നു. സിറ്റി സിനിമയ്ക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ വേദിയിൽ വരുന്നത് ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം, വിവാദങ്ങളുടെ കാലഘട്ടത്തിലൂടെ സിനിമ കടന്നു പോകുമ്പോൾ ഈ സിനിമ വൻ വിജയമായി തീരട്ടെന്ന് മാത്രം ആശംസിച്ചുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങളോടെയുണ്ട്. മലയാള സിനിമയിൽ പുതിയ തരംഗമായി വന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം ലിജോ മോളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഇന്ന് ഈ ബേബി ഗേൾ എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമയുടെ പൂജയ്ക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ അതിഥികൾക്കും മീഡിയയ്ക്കും ആദ്യമേ നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെയൊരു ടീമിൻ്റെ കൂടെ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം. നന്ദി. അതുപോലെ തന്നെ വ്യത്യസ്തമായ ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അഭിനയത്തിലൂടെ നമ്മളെ കുടുംബം ജീവിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം സംഗീതത്തിന് ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കൈകൊണ്ടുകൂടി സംഗീതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഒരുപാട് തവണ ഇപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞൊരു പേരാണ് ട്രാഫിക് എന്ന് പറയുന്ന സിനിമ. എൻ്റെയും സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ ഒരു തുടക്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു. ഒരു സോക്കോൾഡ് കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമകളുടെയൊക്കെ ഒരു തുടക്കം എനിക്ക് തോന്നുന്നത് ട്രാഫിക് ആയിരുന്നു. അപ്പൊ ഞാനും ഫ്രണ്ട്സൊക്കെ ഇതുപോലെ അത്രയും നാൾ നമ്മൾ കണ്ടിരുന്നതും ഡിസ്കസ് ചെയ്തിരുന്ന സിനിമകളിൽ നിന്നുള്ളൊരു ചേഞ്ച് ആയിരുന്നു, വലിയൊരു ചേഞ്ച് ആയിരുന്നു ട്രാഫിക്. അപ്പൊ അന്ന് തുടങ്ങി ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു റൈറ്ററാണ് സഞ്ജയ് ചേട്ടനും സഞ്ജയ് ഗോപി എന്ന് പറയുന്ന റൈറ്റേഴ്സ്. അപ്പോൾ അവരുടെ ഒരു സിനിമയിൽ പാർട്ടാവാൻ പറ്റുക, അതും ഞാൻ ഇതിനു മുമ്പ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ക്രീനിൽ ചിരിപ്പിക്കാനാണ് പറ്റിയിട്ടുള്ളത്. ഈ സിനിമയിൽ വേറൊരു തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷവും പേടിയും എല്ലാം ഉണ്ട്. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം, മാർഗോ എന്നൊരു ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വില്ലനായി വന്ന് മലയാള സിനിമയുടെ സിനിമാ കുടുംബത്തിൽ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട അഭിമന്യു ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിമന്യു നല്ല കൈകളോട് സ്വാഗതം ചെയ്യാം. ഈ വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിൻ സ്റ്റീഫൻ ആരോഗ്യ സഞ്ജയ് ഗോപി സിനിമയിലെ ബേബി ഗേൾ എന്ന പടത്തിലെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പിന്നെ ബേബി ഗേളിന് എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം. അഭിനയത്തിലൂടെ ലഭിച്ചപ്പോൾ ശബ്ദത്തിലൂടെ നമ്മൾ ലഭിച്ചത് നേരിട്ട് അടിപൊളി. ഓക്കെ, താങ്ക് യു. ഞാൻ അസിസ്റ്റന്റ് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു കൈ കൊടുത്തുകൊണ്ട് അസിസ്റ്റന്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അഭിനയമേ കൊള്ളത്തില്ല, ഇല്ല സൗണ്ട് ഉണ്ടെങ്കിൽ പിടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഇനി അഭിമന്യു നമുക്ക് നടത്തില്ല. അമ്മാതിരി സൗണ്ടാണ്. ഇവിടെ ഓരോന്ന് പറയുമ്പോഴേ കൈയടി കുറവാണ്. പക്ഷെ ഇപ്പൊ മനസ്സിലായി എല്ലാവരുടെ കയ്യിൽ രണ്ട് മൊബൈൽ വെച്ചിരിക്കണം, അപ്പൊ കൈയടിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു ടീമിന്റെ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലിസ്റ്റിൻ ചേട്ടൻ, അരുൺ ഭായ്, എല്ലാവരും, സഞ്ജയ് ഭായ്, എല്ലാവരും നന്ദിയുണ്ട്. എല്ലാവരും ഈ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അറിയാലോ, മലയാള സിനിമയെ നമ്മളെ കുടുംബത്തിലുള്ള സിനിമ തന്നെ എല്ലാവരും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി അങ്ങനെയൊന്നുമില്ല, നല്ല ഒരു പ്രോജക്റ്റായി മാറ്റി ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ എനിക്കും ഇത് നന്നായിട്ട് ചെയ്യാൻ ദൈവം നല്ലൊരു അനുഗ്രഹം തരട്ടെ ആത്മാർത്ഥമായി ഞാൻ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിനേശ് പണിക്കരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കുള്ള 15 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ലിസ്റ്റിനെ ആദ്യമായിട്ട് ചെറുപ്പക്കാരനായിട്ട് ഞാൻ കാണുന്നത് ചാപ്പാക്കുരിശ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോഴാണ്. അതിനുശേഷം ഇപ്പം 40 സിനിമയിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന വലിയ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയായിട്ട് ഞാൻ കാണുന്നു. കാരണം നിങ്ങൾക്ക് സുരേഷ് കുമാറൊക്കെ പറഞ്ഞ പോലെ ഇത്രയും ക്രൈസിസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒരു സിനിമ എടുക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യത്തിന് ആദ്യമായിട്ട് വലിയൊരു കൈയടി കൊടുക്കണം. കൂടാതെ എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാക്കി അരുൺ വർമ്മ, ഞാൻ കഴിഞ്ഞ ഗരുഡനിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, ഈ ലിസ്റ്റിനെ പറ്റി പറയാൻ, ലിസ്റ്റിന് എൻ്റെ കഴിഞ്ഞ 2-3 സിനിമകളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബ്രദേഴ്സിലാണെങ്കിൽ ഗരുഡനിലാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ലിസ്റ്റിനായിട്ട് ഉണ്ട് എന്നുള്ളത് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ബോബി സഞ്ജയെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ വളരെ പ്രഗത്ഭരായ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ലല്ലോ, എന്നാൽ പോലും ആ ഒരു ന്യൂ ജനറേഷൻ തന്നെ തോട്ട്സ് ഉള്ള അവരുടെ ആ ഒരു സിനിമകൾക്ക് എന്നൊരു സ്വീകാര്യതയുണ്ട്. ഈ സിനിമയ്ക്ക് അത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ക്യാമറമാനെ നേരത്തെ വലിയ പരിചയമില്ല. പൈസ എന്നാൽ പോലും പൈസയുടെ മെഡിക്കൽ ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് വീണ്ടും വീണ്ടും ഈ പറഞ്ഞ എല്ലാവർക്കും, ഇതിൽ പിന്നിലുള്ള എല്ലാവർക്കും, അഖിൽ, ബാക്കി പ്രൊഡക്ഷൻ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ബെസ്റ്റ് വിഷസ് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ നമ്മളൊന്ന് പരിചയപ്പെടാവുന്നതാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ക്യാമറമാനെ ഞാൻ ദിനേശന് വേണ്ടി ഡയറക്റ്റായിട്ട് പരിചയപ്പെടുത്തുന്നു. താങ്ക് യു. ഞാൻ ആക്ച്വലി ഈ ഒരു പടത്തിൽ ഏറ്റവും ലാസ്റ്റ് വന്ന ആൾക്കാരിലൊരാളാണ്.
സോ കഴിഞ്ഞ ഒരു മാസമായിട്ട് പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് സോ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ 10ാമത്തെ പടമാണ്. സോ 10 പടവും 10 ഡയറക്ടേഴ്സിനും കൂടെയാണ്. എന്തുകൊണ്ടാണ് ആ ഡയറക്ടേഴ്സ് വീണ്ടും ആ അടുത്ത പടത്തിൽ വിളിക്കുന്നതെന്ന് ചോദിക്കരുത്. ആക്ച്വലി അവരൊക്കെ വിളിക്കും, അവരൊക്കെ അടുത്ത പടമൊക്കെ ഉണ്ടാവും. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഇതെന്തായാലും നന്നായിരുന്നു വരും. നല്ല ചലഞ്ചിങ് ആണ്. കാരണം മൊത്തം ഈ പറയുന്ന 44 ഡിഗ്രി ചൂടിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത്. 2 മാസം, ഈ ഒരു മെയ് വരെ മഴയ്ക്ക് മുമ്പായിട്ട് നമുക്ക് തീർത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. സോ അതുകൊണ്ട് എല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഗംഭീര സിനിമ. ഞാൻ നമ്മുടെ ഹോൾ ക്രൂ എന്തായാലും ക്രിയേറ്റ് ചെയ്യും. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. നമുക്കറിയാം, എല്ലാവരും പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചോദിക്കുന്ന പോലീസ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ തമ്പാനൂർ CI ശ്രീകുമാർ സാറിന് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തന്റെ നമുക്ക് സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തമ്പാനൂർ CI ആണ്. ശരിക്കും ഈ പൂജയിൽ CIക്ക് എന്താ കാര്യം ചോദിക്കില്ല. ഇതിൽ അണിയറ പ്രവർത്തകരെ എനിക്ക് കുറച്ച് മുന്നേ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവിധ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തും ഉണ്ടാവും. ഈ സിനിമ ഒരു പരിപൂർണ്ണ വിജയമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ആശംസകൾ നേരുന്നതിന് വേണ്ടി ഞാൻ ബാലാജി ചേട്ടനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അരുൺ വർമ്മയുടെ ആദ്യത്തെ സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രമായി വന്നു. ആ പടം ഭയങ്കരമായിട്ട് വിജയിച്ചു. ലിസ്റ്റിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള കടുവ, ഗരുഡൻ എന്നുള്ള സിനിമകളിൽ അതും ഭയങ്കരമായിട്ട് വിജയിച്ചു. ഫേസ് ആദ്യമായിട്ട് ക്യാമറ വയ്ക്കുന്നത് ഷോർട്ട് ഫിലിം റാന്തൽ, അതിനകത്ത് ഞാനുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. എന്തായാലും ഇത് ഒരു അതുപോലെ സഞ്ജുബായുടെ 1-2 സിനിമകളിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ഗംഭീര വിജയമായിരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മലയാള സിനിമകൾ വിജയിക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. നല്ലൊരു കുടുംബമാണ്, നല്ലൊരു സബ്ജക്റ്റാണ്. ട്രിവാൻഡ്രത്ത് വീണ്ടും ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നു. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഇതൊരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ചേട്ടാ. ശബ്ദിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശബ്ദത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ലിസിൻജറിന്റെയും മാജിക് ഫ്രെയിംസിന്റെയും 40ാമത്തെ സിനിമ എൻ്റെ ഇവിടെ നാടായ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഈ പടത്തിലില്ല. ഇതിന്റെ പൂജയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വെച്ചാണല്ലോ ഷൂട്ട്. അപ്പോൾ ഞാനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയായിരുന്നു. അപ്പോൾ ചില സിനിമകളിലൊക്കെ ചില സിനിമകളുടെ കാസ്റ്റിംഗ് ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുന്ന സമയത്തും ചില ക്യാരക്ടറുകൾ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാതെ വെച്ചിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും ക്യാരക്ടർ ഈ പടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് പറയണം. ഫായിസ് എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാണ് അവസാനമായി ഈ പടത്തിൽ ജോയിൻ ചെയ്തതെന്ന്. ചിലപ്പോ ഇനി അവസാനമായി ചിലപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേക്കാം. എന്തായാലും ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന്റെ ഫായിസിന്റെ മിക്ക സിനിമകളിലും ഒരു ബേബി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ 1000 ബേബീസ്, ഇപ്പോ ബേബി ഗേൾ. അപ്പൊ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ലൊരു സിനിമയായി മാറട്ടെ. താങ്ക് യു. താങ്ക് യു. ആശംസകൾ നേരുന്നതിന് വേണ്ടി സാബുചേട്ടൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയിലെ അരുൺചേട്ടൻ, ഡയറക്ടറായ അരുൺചേട്ടൻ അടക്കമുള്ള എല്ലാ ക്രൂവിനും, എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാ ക്രൂവിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും മറ്റ് അഭ്യുദയ രക്ഷകർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്നുള്ള മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ആർട്ട് ഡയറക്ടർ അനീഷ് നാടോടി ഞാനൊരു ബാക്കി സംസാരിക്കുന്നതിൽ സ്വാഗതം ചെയ്യുന്നു. ഹായ്, നമസ്കാരം. ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. എൻ്റെ പേരും ടീം ഗരുഡൻ്റെ ഗരുഡൻ എന്ന് പറയാൻ കാരണം ഗരുഡൻ എന്ന സിനിമയാണ് ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. ഇവിടെ എല്ലാവരും പ്രൊഡ്യൂസറെ കുറിച്ച് സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു കരിയറിൽ ഓൾമോസ്റ്റ് 20-25 പ്രൊഡ്യൂസേഴ്സിനെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പ്രൊഡ്യൂസറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. ആൻഡ് അരുൺ വർമ്മ, ഐ ആം സോ ഹാപ്പി ടു വർക്ക് വിത്ത് യു. ദെൻ പറഞ്ഞതുപോലെ നമ്മളൊരു ത്രില്ലർ സിനിമ നടു റോഡിലിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നു. വി ഓൾ ആർ ത്രിൽഡ് ടു ഷൂട്ട്, ത്രിൽഡ് ടു വർക്ക്. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നമ്മുടെ മേക്കപ്പിന്റെ ചുരം പിടിക്കുന്ന ഋഷിക്ക് വന്ന് എൻ്റെ സ്വാഗതം ചെയ്യുന്നു.
എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു സിനിമ വൻ വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. വൈകി വന്ന അവസരം പോലെ നമ്മുടെ അശ്വിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആശംസകൾ നേരിടുന്ന അശ്വിനെ ഒന്ന് ഇതിലേക്ക് ക്ഷണിക്കുന്നത് കയ്യിൽ വരുന്നത് നമുക്ക് അശ്വിനെ സ്വാഗതം ചെയ്യും. ഒരുപാട് സന്തോഷം. അഖിലാണ് എന്നെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത്. എൻ്റെ നാട്ടിൽ ഇതുപോലൊരു പ്രൊജക്റ്റിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം. ചേട്ടനും എല്ലാവർക്കും, പിന്നെ ഞാനും സംഗീതവും രണ്ടാമത് ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഹൃദയത്തിന് ശേഷം. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇതിന് നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഇത്രയും വലിയൊരു വിജയമാക്കി ഇത്രയും ഗസ്റ്റുകളും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഭാഗമാകാം. എനിക്ക് തോന്നുന്നു മാജിക് ഫ്രെയിംസ് എവിടെയുണ്ട് അവിടെ എല്ലാം നമ്മുടെ അഖിലേട്ടനുണ്ട്. ഇതിന് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ അഖിലേട്ടൻ തന്നെയാണ് യോഗ്യൻ. പറയലേന്ന് പറഞ്ഞു ഡിസ്റ്റൻസ് സാർ കണ്ടുകൊണ്ട് കാണിച്ച് പറഞ്ഞോളാം പറഞ്ഞു. നന്ദി. വലിയൊരു വിജയമാണ് ഈ പടം. കാരണം വലിയൊരു പടമാണ്. അപ്പം ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇത് ശരിക്ക് സാധാരണ ഇത്രയും നാളത്തെ പൂജയൊക്കെ വരുമ്പോൾ അഖിലേട്ടൻ മുങ്ങി നടക്കുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ എന്താ പറയാ ഒരു സാഹചര്യം മുതലെടുത്ത് വിളിച്ചോന്ന് പറഞ്ഞാൽ ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞ് ലിസൺ സാറ് കണ്ടുകൊണ്ട് കാണിച്ചു. പക്ഷെ മറ്റൊരു സസ്പെൻസ് വെച്ചാൽ ഇതിലെ ബേബി ഗേൾ അഖിലേട്ടന്റെ കുഞ്ഞാണ്. ഒരു കൈയടി കൊടുക്കുക ബേബി ഗേളായിട്ട് അഖിലേട്ടനെ കൊടുക്കുന്ന സിനിമയിലേക്ക് വരുന്നു. കുറച്ച് ലേറ്റായി, നല്ല ചൂടുണ്ട്, എല്ലാവരും വേറെത്തൊക്കെ ഇരിക്കുകയാണ്. ഞങ്ങൾ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഫ്രണ്ട്സിൻ്റെ പരിപാടികളെല്ലാം. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ മാസത്തെ സിനിമയുടെ കണക്കുകൾ പുറത്തു വിടാനായിട്ട് ഉള്ളതുകൊണ്ട് പുള്ളിക്ക് വേഗം പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവസാനിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ എമ്പുരം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏട്ടനും നൂറെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടുപേരുടെ അഭ്യർത്ഥന പ്രമാണിച്ചുകൊണ്ടിട്ട് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ നിർത്താതിരിക്കാൻ പറ്റത്തില്ല. ഇനി ഒരിക്കൽ കൂടി താങ്ക്സ് ടു ഓൾ. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗസ്റ്റുകൾ എല്ലാവരും ഒന്ന് എല്ലാ ഗസ്റ്റുകളും ഒന്ന് മുന്നോട്ട് കയറി നിൽക്കുക.